20 വർഷം, അത്രയും കാലമാണ് ആർസണൽ ഈ നിമിഷത്തിനായി കാത്തിരുന്നത്. അവർക്കും ചരിത്രത്തിനുമിടയിലുള്ള ടീം ആരാണ്? നിലവിലെ ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യന്മാർ പാരീസ് സെന്റ് ജർമ്മൻ. 2026 മെയ് 30 ബുഡാപെസ്റ്റ് പുഷ്കസ് അരേന, 67,000 ആളുകൾ, ഒരൊറ്റ ട്രോഫി. പാരീസ് സെന്റ് ജർമ്മൻ വാസ് ആർസണൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ. ഈ കഥ എങ്ങനെ അവസാനിക്കുമെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ഇതുവരെ കഴിഞ്ഞ കഥ നമുക്കൊന്ന് കേട്ടാലോ. PSG ഈ ടൂർണമെന്റിലേക്ക് കടന്നു വന്നത് എല്ലാവരുടെയും കണ്ണ് അവരുടെ മേൽ ഉള്ളപ്പോഴാണ്. ഡിഫെൻഡിംഗ് ചാമ്പ്യന്മാർ, എല്ലാവരും തോൽപ്പിക്കാൻ ആഗ്രഹിച്ച ടീം. സെമി ഫൈനലിൽ അവർ ബയൺ മ്യൂണിക്കിനെ തോൽപ്പിച്ചു. അഗ്രഗേറ്റിൽ 6-5. ഒടുവിൽ വരെ സസ്പെൻസ് നിറഞ്ഞ ത്രില്ലർ. കരുത്തരായ PSG ഫോർവേഡ് ലൈൻ ഗോളടിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവർ എതിർ ടീമിന്റെ മനോബലം തകർക്കുന്നു. ലൂയിസ് എൻറിക്കെ ഇവിടെ അപൂർവമായൊരു ടീം നിർമ്മിച്ചിരിക്കുന്നു. ചാമ്പ്യന്മാരുടെ ആത്മവിശ്വാസത്തോടുകൂടിയും തോൽക്കാൻ ഒരുക്കമില്ലാത്ത ഒരു ടീമിന്റെ വാശിയോടുകൂടിയും കളിക്കുന്ന ഒരു ടീം. ആ കൂട്ടുകെട്ട് വളരെ അപകടകരമാണ്. എന്നാൽ ആർസണൽ തോൽവിയില്ലാതെ ചാമ്പ്യൻസ് ലീഗ് മുഴുവൻ ലീഗ് ഫേസിൽ 24 പോയിന്റ്, പെർഫെക്റ്റ്. സെമി ഫൈനലിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ തകർത്തു. കളി ബോറടിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന റഫായി കളിക്കുന്ന ഒരു ടീമിനെ ആർസണൽ അത് എളുപ്പമാക്കി കാണിച്ചു. മൈക്കിൾ ആർട്ടറ്റ ക്രമമായി നിശബ്ദമായി യൂറോപ്പിലെ ഏറ്റവും മികച്ച ഒരു ഡിഫൻസീവ് യൂണിറ്റിനെ നിർമ്മിച്ചു. പുഷ്കാസ് അരേന ബുക്കാവുന്നവരെ ആരും അവർക്ക് ഇത്രയും ക്രെഡിറ്റ് നൽകിയിരുന്നില്ല. ഈ ശനിയാഴ്ച നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെയാണ്. PSG മിഡ്ഫീൽഡ്, ആർസണലിന്റെ മിഡ്ഫീൽഡ് ശ്വസിക്കുന്നതിന് മുന്നേ ഞെക്കുക, അതാണ് അവരുടെ ജോലി. അതിൽ അവർ വിജയിച്ചാൽ ഗെയിം PSG നിയന്ത്രിക്കും. ആർസണലിന്റെ ഇടതുഭാഗത്തിനെതിരെ ഡെംബലയെ ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന്റെ സ്പേസിൽ പന്ത് കിട്ടുമ്പോഴെല്ലാം അപകടകരമായ എന്തും സംഭവിക്കാം. ആർസണലിന്റെ സെറ്റ് പീസുകൾ ശ്രദ്ധിക്കുക, കാരണം ഈ ഫൈനൽ തീരുമാനിക്കുന്നത് അതാകാം. തന്ത്രങ്ങൾക്കപ്പുറം, സ്ഥിതി വിവരണങ്ങൾക്കപ്പുറം ഈ ഫൈനൽ 2 വ്യത്യസ്ത കഥകളെ കുറിച്ചാണ് പറയുന്നത്. PSG ചരിത്രത്തിൽ എന്നേക്കുമായി ഓർക്കപ്പെടാൻ വേണ്ടി കളിക്കുകയാണ്. തുടർച്ചയായി 2ാം ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കിരീടം. ആധുനിക ഫുട്ബോളിൽ റയൽ മാഡ്രിഡ് മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ. എന്നാൽ ആർസണൽ ഒരു മോചനത്തിനായി പോരാടാൻ പോവുകയാണ്. ചരിത്രവും ആവേശമുള്ള ഒരു ക്ലബ്ബ്, ഭൂമിയിലെ ഏറ്റവും ശബ്ദമുഖരിതമായ ഫാൻ ബേസ് ഉള്ള ഒരു ക്ലബ്ബ്. ഈ കഥകളിലൊന്നും ഒരു ടീമിന്റെ സ്വപ്നം ഇവിടെ തകരും, മറ്റൊരു ടീമിന്റെ സ്വപ്നം ഇവിടെ സത്യമാകും. ശനിയാഴ്ച ബുഡാപെസ്റ്റ്, സെൻട്രൽ യൂറോപ്യൻ സമയം വൈകിട്ട് 6 മണി. ആര് വിജയിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒന്നെനിക്കറിയാം, ഈ ഫൈനൽ നമ്മൾ വളരെ കാലം ഓർക്കും. ഫുട്ബോൾ ലോകത്തെ കഥകളും വിശേഷങ്ങളുമായി ഫുഡ് ടോക്കിലൂടെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട ടീം ഏതാണെന്ന്